പിന്നെയും ഞങ്ങൾ വിശാഖപട്ടണത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെയുള്ളൊരു മ്യൂസിയ സമുച്ചയത്തിലാണ്. ഇത് RK ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ആദ്യം ഞങ്ങൾ പോയത് ഇവിടെയുള്ള എയർക്രാഫ്റ്റ് മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വിവിധ രീതിയിൽ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. 2 മണിക്ക് ശേഷം മാത്രമേ ഇവിടെ പ്രവർത്തിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം. വിവിധ രീതിയിൽ ടിക്കറ്റ് എടുക്കാം. നമ്മൾ എല്ലാ മ്യൂസിയത്തിലേക്കും കൂടെ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം 800 രൂപ ചിലവായിട്ടാണ് ഒരു ഫാമിലിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ TU-142 എയർക്രാഫ്റ്റ് മ്യൂസിയത്തിലേക്കാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ എയർക്രാഫ്റ്റ് എങ്ങനെ ഉത്ഭവിച്ചു, എന്താണ് അതിനൊരു പ്രചോദനമായി തീർന്നത് എന്നൊക്കെ അറിയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ തിക്കും തിരക്കും ഒന്നുമില്ലാത്ത സ്ഥലമാണ്. ഫുൾ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി, കണ്ട് മനസ്സിലാക്കി, അറിഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്നും പോകാനായിട്ടുള്ള ഒരു സംവിധാനമുണ്ട് ഇവിടെ. ന്യൂസുകളിലൂടെയും മറ്റുമൊക്കെ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് കാണാനും അറിയാനും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടി. പിന്നീട് നമ്മൾ അവിടെയൊക്കെ ചുറ്റി നടക്കുക ഉണ്ടായിരുന്നത്. അവിടെ പല വിധത്തിലുള്ള കാഴ്ചകളുണ്ട്. ഇവിടെ നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ച യഥാർത്ഥ വിമാനത്തിൻ്റെ മോഡൽസ് കാണാൻ പറ്റും. അതിൻ്റെ ഓരോ ഉപകരണങ്ങൾ കാണാൻ സാധിക്കും. ഓരോ എയർക്രാഫ്റ്റിനും പിന്നിൽ ഓരോ കഥയുണ്ട്. ആ കഥകൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നത് സോണോബോയ് എന്നുള്ളൊരു പ്രത്യേക ഉപകരണമാണ്. ഇത് ഇന്ത്യൻ നേവി സമുദ്രത്തിനടിയിൽ ശത്രുക്കൾ ഉപയോഗിക്കുന്ന സബ്മറൈൻസ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെയുള്ള ഒത്തിരി ഉപകരണങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കി അതിലൂടെ പോകാനുള്ള സമയവും സന്ദർഭവും ഒക്കെ നമുക്ക് ഇതിനകത്ത് ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യവും നമുക്കുണ്ടാവുന്ന ഒരു ചിന്തയും എന്ന് പറയുന്നത് ഇത് മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു വിമാനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതിനോരോന്നിനും, ഈ കാണുന്ന ഉപകരണങ്ങൾക്ക് ഓരോന്നിനും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജോലിയും അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ മണിക്കൂറിൽ 800 km/h വേഗതയിൽ സഞ്ചരിച്ചിരുന്ന ഒരു വിമാനത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളാണിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ളൊരു അവസരവും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോഴും നമ്മൾ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുകയും എല്ലാം ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാം കണ്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ച് അതിലൂടെ കടന്നുപോയി. പിന്നീട് അതിൻ്റെ പുറത്ത് നിന്ന് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുന്നത്. എത്രയോ വലുതാണ് ഈ എയർക്രാഫ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഇന്ത്യൻ നേവിയുടെ ഒരു മ്യൂസിയത്തിലേക്കാണ്. അതും ഈ കെട്ടിട സമുച്ചയത്തിനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ തന്നെയാണ് ഹെലികോപ്റ്റർ മ്യൂസിയവും ഉള്ളത്. ആദ്യം തന്നെ ഈ ഹെലികോപ്റ്ററിനകത്തേക്ക് കടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നീട് പുറത്ത് ഇറങ്ങിയിട്ട് മ്യൂസിയത്തിനകത്തേക്ക് കടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സീ ഹാരിയറിൻ്റെ ഒരു സെക്ഷനാണ്. ഇത് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. ഈ സീ ഹാരിയർ എന്നതൊരു സാധാരണ ഫൈറ്റർ ജെറ്റ് അല്ല. ഇത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് കപ്പാസിറ്റി ഉള്ളൊരു വിമാനമാണ്. അതിനർത്ഥം ഇതിന് റൺവേ ഇല്ലാതെയും നേരെ മുകളിലേക്ക് പറക്കാനും താഴേക്ക് ഇറങ്ങാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഇന്ത്യൻ നേവി ഉപയോഗിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളാണ്. ഇതെല്ലാം കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഓൾറെഡി കുറച്ച് നേരം സമയം വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇതൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഹോട്ടലാണ്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. കുട്ടികൾക്കും നല്ല ഇഷ്ടമായി എല്ലാവർക്കും ഇത് കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് RK ബീച്ചിലേക്കാണ്. ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ബീച്ചിനെ പോലെ ഒരു നല്ല ഓപ്ഷൻ വേറെ ഉണ്ടോ? ഒരുപാട് നേരം അവിടെ സംസാരിച്ച് നടന്നു. കുട്ടികളുമായിട്ട് കുറേ നേരം കളിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു.